നമസ്കാരം. കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെയും മറ്റും ചെലവ് വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നു. എങ്ങനെയാണ് ഇത്രയധികം തുകയുടെ കണക്ക് വന്നത് എന്ന് മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കുകയാണ് വയനാട്ടുകാരും മറുനാട്ടുകാരും. ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് മാത്രം 11 കോടിയോളം രൂപ ചെലവഴിച്ചുവെന്നാണ് സൂചന. 5000 പേർ ക്യാമ്പുകളിൽ കഴിഞ്ഞു എന്ന് കണക്കാക്കിയാൽ പോലും ഒരാളുടെ വസ്ത്രത്തിന് മാത്രം 22,000 രൂപ ചിലവഴിച്ചു എന്ന നിലയിലാണ് കാര്യങ്ങൾ. കൂടാതെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആകെ 2,76,00,000 രൂപ മുടക്കിയെന്നും കണക്കുകളിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന സന്നദ്ധ പ്രവർത്തകരാണ് മൃതദേഹ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ ശവസംസ്കാര ചടങ്ങുകൾക്കെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തത്. മേപ്പാടി ടൗൺ പള്ളിയിൽ ഖബർ കുഴിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ വിവിധ മതസ്ഥരായ സന്നദ്ധ പ്രവർത്തകരാണ് നിർവഹിച്ചത്. മൃതദേഹം ദഹിപ്പിക്കുന്നതും സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാരാണ് നിർവഹിച്ചത്. എന്നിട്ടും ഇത്ര ഭീമമായ കണക്ക് എവിടെ നിന്ന് വന്നു എന്ന് ഒരു എത്തുപിടിയും കിട്ടാതെ നിൽക്കുകയാണ് നാട്ടുകാർ. ആകെ 359 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. അങ്ങനെ കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചിലവായി എന്നാണ് കണക്കുകൾ പറയുന്നത്. നിലവിൽ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ചതിനേക്കാൾ തുക ചെലവായത് വളണ്ടിയർമാർക്കാണെന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. വളണ്ടിയർമാരുടെ വാഹന ചെലവിനും ഭക്ഷണത്തിനും മാത്രം 14 കോടിയോളം രൂപ ചെലവാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ തന്നെ വളണ്ടിയർമാരുടെ ഗതാഗത ചെലവ് മാത്രം 4 കോടി രൂപയോളം വരുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് 7 കോടിയോളമാണെന്നും വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000 രൂപ ചെലവായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനും ഇവിടേക്കുള്ള യാത്രയും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുവാനും വേണ്ടി സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ ചെലവ് 1 കോടി രൂപയോളമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗിന് ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയാണ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടിയും ചെലവായി. മിലിറ്ററി വളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടിയും ഇവരുടെ ഭക്ഷണ കുടിവെള്ള ആവശ്യങ്ങൾക്ക് 10 കോടിയും മുടക്കിയിട്ടുണ്ട്. മേഖലയിൽ പരിശോധനയ്ക്കായി എത്തിച്ച ഡ്രോൺ റഡാർ വാടക വകയിൽ 3 കോടി രൂപ ചെലവായി. ദുരന്ത മേഖലയിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമാക്കാനായി എത്തിച്ച ക്രെയിൻ, JCB, ഹിറ്റാച്ചി എന്നിവയുടെ ചെലവ് 15 കോടിയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് 11 കോടി മുടക്കിയതിന് പുറമെ അവിടുത്തെ ഭക്ഷണത്തിന് 8 കോടിയോളം രൂപ വരെ ചെലവായിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനകൾക്ക് മുടക്കിയത് 8 കോടിയും DNA പരിശോധനയ്ക്ക് 3 കോടിയും ചെലവഴിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കോടികൾക്ക് ഒരു വിലയുമില്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഈ കണക്കുകളിൽ ജനങ്ങൾക്കുള്ള സംശയം തീർക്കേണ്ട ഉത്തരവാദിത്വം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിനാണ്. അവരത് നിർവഹിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.